കഴിഞ്ഞ അധ്യായത്തിൽ സലാഹുദ്ദീന് മുമ്പുള്ള രാഷ്ട്രീയ പശ്ചാത്തലമാണ് നാം പറഞ്ഞത്. അത് കാണാത്തവർ ഈ ലിങ്കിൽ പോയി ഒന്നാം ഭാഗം കാണുക. കിഴക്ക് സുന്നി റിവൈവലിന്റെ ശില്പി നിസാമുൽ മുൽക്കായിരുന്നുവെങ്കിൽ സിറിയയിൽ അതിന്റെ മിടിക്കുന്ന ഹൃദയമായിരുന്നു നൂറുദ്ദീൻ സെഞ്ചി. അദ്ദേഹത്തിന്റെ ദർശനം ചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റി. അദ്ദേഹം സൃഷ്ടിച്ച ആ പ്രവാഹമാണ് സലാഹുദ്ദീനെ പോലും രൂപപ്പെടുത്തിയത്. നമുക്ക് നൂറുദ്ദീന്റെ പിതാവിൽ നിന്ന് ആരംഭിക്കാം. ഇമാമുദ്ദീൻ സെഞ്ചി. അദ്ദേഹത്തിന്റെ പേര് കുരിശിയോദ്ധാക്കൾ കൈയടക്കിയ എഡസ്സ എന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1127 അദ്ദേഹം മൊസൂളിലെ അർത്തബേഗായിരുന്നു. അടുത്ത വർഷം അലപ്പോ പിടിച്ചെടുത്തു. നഗരങ്ങൾ തോറും കീഴടക്കി അദ്ദേഹം വടക്കൻ സിറിയയിലും മെസപ്പൊട്ടോമിയയിലുമായി ഒരു കൊച്ചു രാജ്യം സ്വന്തം കൈക്കരുത്തിൽ മാത്രം കൊത്തിയെടുത്തു. ഹാമ, പിന്നെ ഹോംസ്, ബാൽബേക്ക് ഇവയൊക്കെ കീഴടക്കുമ്പോഴും എന്നുമെന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, ഒരു പട്ടണമായിരുന്നു, ഡമാസ്കസ്. അതിനായി അദ്ദേഹം 3 തവണ ശ്രമിച്ചു. 1135, 37, 39 3 തവണയും പരാജയമായിരുന്നു ഫലം. പലപ്പോഴും ഡമാസ്കസിലെ ഭരണാധികാരികൾ കുരിശുദ്ധക്കാരുമായി രഹസ്യബന്ധത്തിലേർപ്പെട്ടു. കാരണം അവർ സെഞ്ചിയെ അത്രയേറെ ഭയപ്പെട്ടിരുന്നു. ഭയപ്പെടുത്തിയും ബലപ്രയോഗത്തിലൂടെയുമാണ് സെഞ്ചി ഭരിച്ചത്. സലാഹുദ്ദീന്റെ സമകാലികനായ ചരിത്രകാരൻ ഇസ്ഫഹാനി സ്വഭാവത്തിൽ പുള്ളിപ്പുലിയെ പോലെ, ക്രോധത്തിൽ സിംഹത്തെ പോലെ എന്ന് ഇമാമുദ്ദീൻ സെഞ്ചിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ മുസ്ലിം ചരിത്രകാരന്മാർ ആഘോഷിക്കുന്നതിന് ഒരു കാരണമേയുള്ളൂ. 1144 ഒരു ശൈത്യകാല രാത്രിയിൽ അദ്ദേഹം എഡസ്സ പിടിച്ചെടുത്തു. കുരിശുയുദ്ധക്കാർ കൈക്കലാക്കിയ 4 പ്രവിശ്യകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അത്. കുരിശുയോദ്ധാക്കൾക്ക് എതിരെ മുസ്ലിം പക്ഷത്തു നിന്നുണ്ടായ ആദ്യത്തെ ശക്തമായ പ്രത്യാക്രമണമായിരുന്നു അത്. അതിന്റെ ആഘാതത്തിൽ പിന്നീട് യൂറോപ്പിൽ നിന്ന് 2ാം കുരിശുയുദ്ധത്തിന്റെ അലയൊലികൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇമാമുദ്ദീൻ സെഞ്ചിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം മൊസൂൾ ആയിരുന്നു, അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം. അവിടെ അത്താബേഗായാണ് അദ്ദേഹം ആരംഭിച്ചത് എന്ന് നാം പറഞ്ഞു. ആ സമയത്ത് തൻ്റെ എല്ലാം തന്നെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്ന ഒരു സന്നിഗ്ധാവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. ആ നിരാശയുടെ വേളയിൽ ഒരു മനുഷ്യൻ നിർണായകമായ നിലയിൽ അദ്ദേഹത്തെ സഹായിച്ചു. ആ സഹായം ചെയ്തത് മറ്റാരുമായിരുന്നില്ല, സലാഹുദ്ദീന്റെ പിതാവ് അയ്യൂബ്. ജീവചരിത്രകാരൻ ഇബ്നു ഖല്ലിഖാന്റെ അന്വേഷണങ്ങളിൽ നിന്നാണ് സലാഹുദ്ദീന്റെ വംശപരമ്പരയെക്കുറിച്ച് നമുക്ക് അറിയാവുന്നത്. സലാഹുദ്ദീന്റെ മരണത്തിന് 18 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഇബ്നു ഖല്ലിഖാൻ അയ്യൂബിദ് കുടുംബത്തിന്റെ വേരുകൾ കണ്ടെത്തുക എന്നത് തന്റെ ദൗത്യമാക്കി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സലാഹുദ്ദീന്റെ കുടുംബം അർമേനിയയിൽ നിന്നുള്ള ഗാർണി നദിക്കടുത്തുള്ള ഡ്യൂനിൽ നിന്നാണ് വന്നത്. അജാനഖൻ എന്ന ചെറിയൊരു കുർദിഷ് ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഷാദി ജനിച്ചത്. സലാഹുദ്ദീനെ കാൽപ്പനികമാക്കാൻ ചിലർ പരുക്കന്മാരും കുലീനരും സ്വതന്ത്രരുമായ കുർദിഷ് നാടോടികളുടെ ഒരു കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് സങ്കല്പിക്കുന്നുണ്ട്. പക്ഷേ സത്യം എന്താണ്? അദ്ദേഹത്തിന്റെ കുടുംബം ഒരിക്കലും നാടോടികളുടേതായിരുന്നില്ല. അവർ പ്രബുദ്ധരും മതപരമായി സുന്നി മുസ്ലിങ്ങളും അന്നത്തെ രാഷ്ട്രീയത്തിൽ ആണ്ട് മുങ്ങിയവരുമായിരുന്നു. ഷാദി തന്റെ ആൺമക്കളായ അയ്യൂബ്, ഷിർഖു എന്നിവരോടൊപ്പം ബാഗ്ദാദിലേക്ക് വന്നു. അവിടെ ബെഹ്റൂസ് എന്ന പഴയൊരു ബന്ധം വഴി തിക്രിത്തിൽ ഗവർണറായി. പിന്നീട് ഷാദിയുടെ മരണശേഷം ആ പദവി മകൻ അയ്യൂബ് ഏറ്റെടുത്തു. ആ സമയത്താണ് ഇമാമുദ്ദീൻ സെഞ്ചിയെ അദ്ദേഹം സഹായിക്കുന്നത്. മൊസൂളിലെ അത്താബേഗായിരുന്ന കാലത്ത് ബാഗ്ദാദിനടുത്ത് വെച്ച് ഒരു കനത്ത പരാജയം സെഞ്ചി ഏറ്റുവാങ്ങി. സൈന്യം ചിതറിപ്പോയ നിലയിൽ അദ്ദേഹം തിക്രിത്തിലെത്തി. അയ്യൂബിനോട് അഭയം യാചിച്ചു. അന്ന് അഭയം നൽകാതിരിക്കാൻ അയ്യൂബിന് മതിയായ എല്ലാ കാരണങ്ങളുമുണ്ട്. അയ്യൂബ് സേവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ തന്നെയാണ് സെഞ്ചി ആക്രമിച്ചിരുന്നത്. അദ്ദേഹത്തെ സഹായിക്കുന്നത് ഒരർത്ഥത്തിൽ അപകടകരമായിരുന്നു. എന്നിട്ടും ആജ്ഞകൾ ലംഘിച്ച് സെഞ്ചിക്ക് അയ്യൂബ് അഭയം നൽകി. 15 ദിവസത്തിനു ശേഷം ഭക്ഷണവും സാധനങ്ങളും സുരക്ഷിതമായ വഴിയും നൽകി സെഞ്ചിയെ യാത്രയാക്കി. ആ തീരുമാനം വർഷങ്ങൾക്ക് ശേഷം അയ്യൂബിനെ സഹായിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് പട്ടാളക്കാരനായിരുന്ന സഹോദരൻ ഷിർഖു ബിഹ്റൂസിന്റെ എഴുത്തുകാരിൽ ഒരാളുമായി കശപിശയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ അയ്യൂബും ഷിർഖുവും തിക്രിത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവരുടെ വീട്, സ്ഥാനം, ഭാവി എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. അവർ ഇരുട്ടിന്റെ മറവിൽ കുടുംബങ്ങളോടൊപ്പം അനിശ്ചിതത്വത്തിലേക്ക് യാത്ര തിരിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കുന്നത്. അവർ അവനെ യൂസുഫ് എന്ന് പേര് വെച്ചു. ആ ശിശുവിനെയാണ് പിന്നീട് ലോകം സലാഹുദ്ദീൻ എന്ന് വിളിച്ചത്.
തന്നെ രക്ഷിച്ച മനുഷ്യനെ സെഞ്ചി മറന്നില്ല. അയ്യൂബിനെയും ഷിർക്കുവിനെയും മൊസൂളിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹം അവർക്ക് തൻ്റെ കീഴിൽ പദവികൾ നൽകി. താൻ എന്താണ് ചെയ്യുന്നതെന്ന് സെഞ്ചിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഷിർക്കു യുദ്ധത്തിൽ മിടുക്കനായ പട്ടാളക്കാരനായിരുന്നു. അയ്യൂബാവട്ടെ ശാന്തനായ കൃത്യതയുള്ള നയതന്ത്രജ്ഞൻ. രണ്ടും സെഞ്ചിക്ക് ആവശ്യമായിരുന്നു. 1139 ആയപ്പോഴേക്കും ബാൽബക്കിന്റെ ചുമതല അയ്യൂബിന് ലഭിച്ചു. എന്നാൽ അത് സംഭവിച്ചത് രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു. സെഞ്ചി ബാൽബക്കിനെ 2 മാസത്തേക്ക് ഉപരോധിച്ചു. ഒടുവിൽ നഗരം കീഴടങ്ങിയപ്പോൾ അദ്ദേഹം ആക്രമണം അഴിച്ചുവിട്ടു. കൊലപാതകം നിർത്താൻ അയ്യൂബ് സെഞ്ചിയോട് കേണപേക്ഷിച്ചു. അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. അതൊരു കൈപ്പേറിയ പാഠമായിരുന്നു. അയ്യൂബ് ഒരിക്കലും അത് മറന്നില്ല. സലാഹുദ്ദീന്റെ ആദ്യ കാലങ്ങൾ ഇവിടെ ബാൽബക്കിലായിരുന്നു. 1146 ഇമാമുദ്ദീൻ സെഞ്ചി വധിക്കപ്പെട്ടു. തന്റെ അംഗരക്ഷകരിൽ ഒരാളുടെ തന്നെ കുത്തേറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. വാർത്തയറിഞ്ഞ് മകൻ നൂറുദ്ദീൻ പാഞ്ഞെത്തി. അപ്പോഴേക്കും പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞിരുന്നു. പിതാവിന്റെ അധികാര ചിഹ്നമായ മുദ്രമോതിരം അദ്ദേഹം അണിഞ്ഞു. അവിടെ നിന്ന് നൂറുദ്ദീൻ സെഞ്ചിയുടെ മഹത്തായ ഭരണകാലഘട്ടം ആരംഭിച്ചു. ഇമാമുദ്ദീൻ സെഞ്ചി കേവലം യുദ്ധവീരനായ ഒരു പട്ടാളക്കാരൻ മാത്രമായിരുന്നുവെങ്കിൽ നൂറുദ്ദീൻ വ്യത്യസ്തനായിരുന്നു. പിതാവിൽ നിന്ന് സൈന്യത്തെ മാത്രമാണ് അദ്ദേഹം പാരമ്പര്യമായി സ്വീകരിച്ചത്. മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. നീതിയിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളും ഭരണവും. പ്രസിദ്ധ സഞ്ചാരിയായ ഇബ്നു ജുബൈർ അദ്ദേഹത്തെ ഭൗതിക വിരക്തനായ രാജാക്കന്മാരിൽ ഒരാൾ എന്നാണ് വിളിച്ചത്. തന്റെ അവസാന വർഷങ്ങളിൽ ഒരു സൂഫിയുടെ പരുക്കൻ വസ്ത്രങ്ങളിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. സദാ പ്രാർത്ഥനയിലും വായനയിലും മുഴുകി. വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ഹദീസുകളും ശേഖരിക്കുക അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. ഈ മനുഷ്യൻ തന്നെയാണ് ഫ്രാങ്കുകളുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിച്ചത്. ഇനാബ് യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം അന്തോക്കിയയിലെ റൈമണ്ടിനെ തോൽപ്പിച്ച് തലവെട്ടി വെള്ളിയിൽ പൊതിഞ്ഞ് ബാഗ്ദാദിലെ അബ്ബാസിയ ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തു. സുന്നി ഇസ്ലാമിന്റെ രക്ഷകൻ ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന സന്ദേശം. നൂറുദ്ദീൻ സെഞ്ചി ഒരു പുതിയ ഇസ്ലാമിക ക്രമത്തിന്റെ ശില്പിയായിരുന്നു. സിറിയയിലുടനീളം അദ്ദേഹം മദ്രസകൾ നിർമ്മിച്ചു. അത് നിസാമുൽ മുൽക്കിന്റെ നയങ്ങളുടെ പിന്തുടർച്ചയായിരുന്നു. സുന്നി ആശയങ്ങളിൽ അവഗാഹമുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു വിഭാഗത്തെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു നിസാമിയ മദ്രസകളുടെ ലക്ഷ്യം. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ജഡ്ജിമാരും ഗവർണർമാരും മന്ത്രിമാരുമായി സാമ്രാജ്യത്തെ നയിക്കാൻ തയ്യാറായ നേതൃത്വത്തെ അത് സൃഷ്ടിച്ചു. നൂറുദ്ദീൻ സെഞ്ചി മദ്രസകളുടെ സംസ്ഥാപനം വഴി സമാനമായ ലക്ഷ്യങ്ങളാണ് സിറിയയിൽ നടപ്പാക്കിയത്. അതുകൊണ്ടാണ് സുന്നി റിവൈവലിന്, പുനരുജ്ജീവനത്തിന് സിറിയയിൽ ചുക്കാൻ പിടിച്ച വ്യക്തിയായി നാം അദ്ദേഹത്തെ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കീഴിൽ മദ്രസകളിൽ നിന്നുള്ള പണ്ഡിതന്മാരും സൈന്യത്തെ നയിച്ച സേനാ നേതാക്കന്മാരും തമ്മിൽ സഖ്യം രൂപപ്പെട്ടു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാതൽ ഇത്തരത്തിൽ ആഴത്തിലുള്ള ഒരു ആത്മീയ ദർശനമായിരുന്നു. ഹംബലി പണ്ഡിതനായ ഇബ്നു ഹുബൈറ എഴുതിയ കിതാബ് അൽ ഇഫ്സ എന്ന പുസ്തകം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. എല്ലാ സുന്നികളും തമ്മിലുള്ള ഐക്യം, മിതവാദികളായ ഷിയാക്കളോടുള്ള സഹിഷ്ണുത, വിശ്വാസം വിഭജിക്കുന്നതല്ല പരസ്പരം ബന്ധിപ്പിക്കുന്നതാവണം എന്ന ആശയം, ഇതൊക്കെയായിരുന്നു ആ പുസ്തകത്തിന്റെ കാതൽ. നൂറുദ്ദീൻ സെഞ്ചി ഈ ദർശനം അക്ഷരം പ്രതി പിന്തുടർന്നു. ഏതെങ്കിലും ഒരു സുന്നി സ്കൂളിനെ അനുകൂലിച്ച മുൻകാല ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഏകീകൃതമായ സുന്നി രാഷ്ട്രത്തിൽ വിശ്വസിച്ചു. സലാഹുദ്ദീൻ എന്ന ഹീറോയെ തൊടുത്തുവിടുന്നത് ഇത്തരത്തിൽ സംഭവിച്ച വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ചരിത്ര പശ്ചാത്തലമാണെന്ന് നാം കാണണം. അത് നിഷ്ക്രിയ പ്രത്യാശയിൽ രക്ഷകനെ കാത്തിരിക്കുന്ന ആർക്കും പാഠമാവേണ്ടതാണ്. ഈ ചരിത്രത്തിലെത്താൻ നമുക്ക് ഇനിയും ഏറെ യാത്ര ചെയ്യേണ്ടതുണ്ട്. നാം ഇപ്പോൾ നിൽക്കുന്നത് പിതാവിന്റെ മരണശേഷം നൂറുദ്ദീൻ സെഞ്ചി അധികാരമേറ്റെടുക്കുന്ന വേളയിലാണല്ലോ. അനവധി വെല്ലുവിളികളാണ് ആ ആദ്യകാലം അദ്ദേഹത്തിനായി കാത്തുവച്ചിരുന്നത്.